ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒളകാട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് അധികം ആളുകൾക്ക് പരിചയമില്ല. പക്ഷേ ഈ ക്ഷേത്രത്തിലെ കാര്യങ്ങളും അവിടുത്തെ ദൃശ്യവിരുന്നും ഞാൻ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുന്നു. ഈ ക്ഷേത്രത്തെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ എനിക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി കൂടുതൽ വിവരങ്ങൾ നമ്മളോട് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കുക, ഷെയർ ചെയ്യുക. അങ്ങനെ ഈ ക്ഷേത്രം എല്ലാവരും അറിയപ്പെടട്ടെ. അപ്പോൾ നമുക്ക് ക്ഷേത്ര കാഴ്ചയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ മുന്നിൽ കാണുന്ന പടികളിലൂടെ നമ്മൾ ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ പരിസരവും അതിൻ്റെ സമീപമുള്ള കുറച്ച് കാഴ്ചകളും ആദ്യം തന്നെ നമ്മൾ എടുക്കുകയുണ്ടായി. അതിനുശേഷം നമ്മൾ നേരെ വരുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ നമുക്ക് പുറത്തു നിന്നും കാണത്തക്ക വിധത്തിലുള്ള രീതിയിലാണ് ഇവിടെ നിർമ്മിതി ചെയ്തിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പന. അപ്പോൾ നമുക്ക് പുറത്തു നിന്നും നല്ല രീതിയിൽ തന്നെ നമുക്ക് തൊഴാനുള്ള അവസരവും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ ഉള്ള ഒരു ഓഡിറ്റോറിയം രീതിയിൽ അവിടെ സജ്ജീകരിച്ചിരിക്കുന്ന ചെറിയ കൃഷ്ണ വിഗ്രഹങ്ങൾ അതിമനോഹരമായി അവിടെ സ്റ്റേജിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ സപ്താഹയജ്ഞവും മറ്റും നടക്കുന്ന ഒരു മണ്ഡപം ആണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അവിടെ അതിവിശാലമായ സ്ഥലം അതിനു വേണ്ടിയിട്ട് ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി അധികൃതർ റെഡിയാക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മോളിൽ നിങ്ങൾക്ക് കാണാം ഉറി അവിടുത്തെ ഏറ്റവും വലിയ വഴിപാടാണ് ഉറി വഴിപാട്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് അതിൻ്റെ മുകളിൽ ഓരോ പ്രാവശ്യം നടത്തുന്നതും അത് കൃത്യമായിട്ട് തന്നെ അതിൻ്റെ മുകളിൽ അത് വെക്കുവാൻ വേണ്ടി ആ ക്ഷേത്ര സമിതികൾ പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ ഈ പൂജകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വട്ടികൾ വളരെ വൃത്തിയായി തന്നെ ആ സൈഡിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള വട്ടികൾ വൃത്തിയായി അടുക്കി ചിട്ടയോടുകൂടി അത് അവിടെ ക്രമീകരിച്ചിരിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അതിലെ വരുമ്പോൾ നമുക്ക് സൈഡ് ഭാഗങ്ങളിലെല്ലാം ഗീതോപദേശവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പ്രദർശിപ്പിക്കുന്ന രീതിയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. വരുന്ന ഭക്തജനങ്ങൾക്ക് അത് കൃത്യമായിട്ട് അതെല്ലാം വായിച്ച് പഴയ പുരാണങ്ങളും മറ്റു കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കത്തക്ക വിധത്തിൽ വളരെ ഭംഗിയുള്ള ചിത്രങ്ങളോടുകൂടി അടങ്ങുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളും അവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിന് പ്രത്യേകം ആ ക്ഷേത്ര സമിതിക്ക് നല്ലൊരു അഭിവാദ്യങ്ങൾ നമുക്ക് പറയാം. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ഭംഗിയായിട്ട് ഒരു ക്ഷേത്രത്തിൽ ഇത്രയും കാര്യങ്ങൾ ക്രമീകരിക്കുക എന്ന് പറഞ്ഞത് ചെറിയൊരു കാര്യമല്ല. അതിന് ക്ഷേത്ര സമിതിയിൽ അവരെ അംഗീകരിച്ചേ നമുക്ക് മതിയാവുള്ളൂ. അതുപോലെ തന്നെ അതിനകത്തെ കുചേല വൃക്ഷം കാര്യങ്ങൾ തുടങ്ങി എല്ലാം കൃത്യമായിട്ട് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അതോടെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ചുറ്റും നടന്ന് കാണാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ക്ഷേത്ര സമിതിയിലുള്ള ഭാരവാഹികൾ അത് കൃത്യമായിട്ട് ചെയ്തു വച്ചിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് വഴിപാടിനായാലും മറ്റുള്ള കാര്യങ്ങൾക്കും എല്ലാം പ്രത്യേകം കൗണ്ടറുകൾ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാം. അത് നേരെ നമുക്ക് അതിനുള്ളിൽ തന്നെ ഒരു ക്ഷേത്രക്കുളവും സജ്ജീകരിച്ചിരിക്കുന്നു. ക്ഷേത്രക്കുളത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ മീനുകളുണ്ട്. അതോടൊപ്പം തന്നെ ആ ക്ഷേത്രക്കുളം ഒരിക്കലും വറ്റാത്ത ഭസ്മതീർത്ഥം കുളം എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ക്ഷേത്രക്കുളത്തിനുള്ളിലെ മീനുകളെയും മറ്റും ഞങ്ങൾ കാണുകയുണ്ടായി. അതിന് ചുറ്റും ഈ പറഞ്ഞതുപോലെ അവതാരങ്ങളുടെ എല്ലാ പ്രതിമകളും അതിന് ചുറ്റും ഈ പറഞ്ഞതുപോലെ വളരെ ഭംഗിയായിട്ട് ക്ഷേത്രസമിതിയിൽ ഉള്ള ആളുകൾ അത് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നു.
വളരെ രസകരമായുള്ളൊരു കാഴ്ചയാണ്. നമുക്കവിടെ ചെന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നത് പോലും അറിയുകയില്ല. ഇവിടെ പോയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ ക്ഷേത്രം ഒന്ന് സന്ദർശിക്കുക. സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പുതിയൊരു ഉണർവായിരിക്കും ജീവിതത്തിൽ. കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ അറിയപ്പെടാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ച് ആളുകൾ ഇത് അറിഞ്ഞു കേട്ട് വരുന്നവർക്ക് ഈ പറഞ്ഞതുപോലെ വളരെ രസകരമായ ഒരു അനുഭവം, ഒപ്പം നമ്മുടെ ഭക്തി മാർഗം കുറച്ചുകൂടി നമുക്ക് ശക്തിപ്പെടുത്തുവാൻ ഇതുപോലെയുള്ള ക്ഷേത്രങ്ങൾ ഉപകരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ മെയിൻ പ്രത്യേകതയാണ് ഈ പറഞ്ഞ ഉറി വഴിപാട്. അതുപോലെ ഈ ഉറിയും ഈ നമ്മുടെ ഈ ക്ഷേത്രത്തിലും ഉള്ളിൽ നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഫുള്ള് ഈ ഉറി ഇങ്ങനെ കെട്ടി ഇട്ടേക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടു പോകുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് രസീതെടുക്കുവാനും മറ്റും കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ആ ഉള്ള സ്ഥലം അവർ വളരെ ഭംഗിയായിട്ട് ആ ക്ഷേത്ര സമിതികൾ ഈ പറഞ്ഞ പോലെ ആ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ക്രമീകരിച്ചിരിക്കുന്നു എന്നത് എടുത്തു പറയാതിരിക്കാൻ പറ്റും. അതിൻ്റെ ക്ഷേത്രത്തിന് പുറത്തു വശത്ത് വരുമ്പോഴും അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ആൽത്തറയിലും കൃഷ്ണവിഗ്രഹങ്ങളും ഒക്കെ വെച്ചേക്കുന്നത് അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പോയിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ഷേത്രം ഒന്ന് പോവുക. അവിടെ എത്തി എല്ലാവരും ഈ കൃഷ്ണഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാകട്ടെ. ഒപ്പം നമ്മുടെ തിരുമേനി ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളും കൂടെ നമുക്ക് കേട്ടിട്ട് നമുക്ക് ഈ പരിപാടി നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. കുളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വളരെ കാലം മുതൽ തന്നെ വ്യത്യസ്തങ്ങളായ ആചാര രീതികളും പൂജാവിധി പ്രകാരം കൊണ്ട് ഏറെയുള്ള ക്ഷേത്രമാണ്. ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉദ്ദിഷ്ടകാര്യം നടക്കുന്ന സന്താന ലക്ഷ്യമാണ്. ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനായിട്ട് ഭക്തജനങ്ങൾ ഒരു വഴിപാട് നടത്തുന്ന ഒരു പ്രധാന ക്ഷേത്രം കൂടിയാണ് കുളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അതിൽ പ്രധാനമായിട്ട് വെണ്ണ, കദളിപ്പഴം, അണ്ടശർക്കര, കൽക്കണ്ടം, അവല്, പഞ്ചസാര, ലഡു, ഉണ്ണിയപ്പം എന്നിവയാണ് പ്രധാനമായും ഒരു വഴിപാട് നടത്താറുള്ളത്. ഭക്തരെ തൻ്റെ ഉദ്ദിഷ്ടകാര്യം സാധിക്കാനായി തൊഴുത് പ്രാർത്ഥിച്ച് ഭഗവാനെ കണ്ടിട്ട് ഈ ഉറിയും കലത്തിലും ശേഷമായിട്ടുള്ള നേദ്യങ്ങൾ സമർപ്പിച്ച് ദൈവത്തിന് പ്രദക്ഷിണം വെച്ച് മണ്ഡപത്തിൽ സമർപ്പിച്ച് അതിനുശേഷം പൂജ കൂടി ചടങ്ങ് കഴിയുകയാണ്. കേരളത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും വളരെയേറെ ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഉദ്ദിഷ്ടകാര്യം സാധിക്കായി വഴിപാട് നടത്താനും കൂടാതെ എല്ലാ മാസത്തിലും രോഹിണി നാളിൽ മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജ ഈ പൂജയിൽ നടക്കുന്നുണ്ട്. ഇതിനായി നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഈ പൂജയിൽ പങ്കെടുത്ത് അവരുടെ ആഗ്രഹങ്ങൾ പരിമീകരിച്ച് പോകുന്നത് പ്രധാനമായ ഒരു പൂജയും കൂടിയാണ് മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജ.